പുതിയ കാലത്ത് ഒരുപാട് ഉത്ഖനന ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഉത്ഖനന ഗവേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്കവേഷൻസ്, അഥവാ പഴയ സംസ്കൃതി, പഴയ സംസ്കാരത്തെക്കുറിച്ച്, നാഗരികതയെക്കുറിച്ച് പലതും കുഴിച്ചെടുത്ത്, പഴയ കാലത്ത് എന്തെങ്കിലും വസ്തുക്കളെ കുഴിച്ചെടുത്തുകൊണ്ട് പഠിക്കുന്നതിനാണ് ഉത്ഖനന ഗവേഷണം എന്ന് പറയാ. അതിനാണ് പറയുന്നത്. ഇന്ത്യയിൽ സിന്ധു നദീതട നാഗരികതയെക്കുറിച്ചുള്ള പഠനം നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈജിപ്ഷ്യൻ നാഗരികതയെക്കുറിച്ചുള്ള പഠനം നടക്കുന്നു. ഫറോവമാരുടെ കാലത്തും അതിനു മുൻപുമുള്ള ഈജിപ്തിനെ കുറിച്ചുള്ള പഠനം അത് എളുപ്പമാക്കിയത് ആ ഈജിപ്ഷ്യൻ ലിപികളിൽ കൊത്തിവെക്കപ്പെട്ട ക്യൂനിഫോം ലിപികൾ, ചിത്രലിപികളാണ് ലിപികൾ അതുണ്ടായിരുന്നത്. ക്യൂനിഫോം നടന്നു പറയുന്നത്. ആ ക്യൂനിഫോം വായിക്കുവാൻ ഒരുപാട് കാലമായി ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ക്യൂനിഫോം പൂർണ്ണമായും ഡെസിഫർ ചെയ്യാൻ, വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. ആ ക്യൂനിഫോം വായിച്ചു കഴിഞ്ഞപ്പോ ഗുഹകളിൽ, അതേപോലെ തന്നെ രാജശാസനകളിലെല്ലാം എഴുതപ്പെട്ട, കൊത്തിവെക്കപ്പെട്ട ക്യൂനിഫോമുകൾ വായിക്കാൻ കഴിഞ്ഞപ്പോ ഇന്ന് ഏകദേശം ഈജിപ്തിന്റെ ചരിത്രം നമുക്ക് പൂർണ്ണമായും ലഭ്യമാണ്. ഈജിപ്തിന്റെ ചരിത്രം കൃത്യമാണിന്ന്. ആ ഈജിപ്തിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള ക്യൂനിഫോം ലിപികളുടെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾക്കാണ് ഈജിപ്റ്റോളജി എന്ന് പറയുക. ആ ഈജിപ്റ്റോളജിയിലെ പുതിയ പഠനങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ബൈബിളിന് നേരെ തിരിഞ്ഞു നിൽക്കുന്നു ബൈബിൾ വിരുദ്ധരായ ശാസ്ത്രജ്ഞന്മാർ. കാരണം ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും ഈജിപ്ഷ്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരെ എതിരെ നിൽക്കുന്നു എന്നാണ്. അതിന് കാരണമുണ്ട്. ഈജിപ്ഷ്യൻ ചരിത്രം നടന്നത് എന്നോ, ബൈബിൾ എഴുതപ്പെടുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ട്. ആ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണത്. ഒരു ഉദാഹരണത്തിന്, ഈജിപ്തിൽ ജീവിച്ച ഫറോവമാർ എന്ന ചക്രവർത്തിമാരുടെ ചരിത്രം. ഫറോവ എന്ന പദത്തിനർത്ഥം മഹാഭവനം എന്നാണ്, വലിയ വീട്. അത് കൊട്ടാരത്തിനായിരുന്നു ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. രാജാക്കന്മാർക്ക് ഉപയോഗിക്കാൻ ആരംഭിച്ചത് മോശെ പ്രവാചകന്റെ ജീവിത കാലത്തിന് തൊട്ടു മുൻപാണ് എന്ന് യൂണിഫോമുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ബൈബിളിൽ എഴുതപ്പെടുന്ന കാലത്ത് ബൈബിളിൽ എഴുതപ്പെടുന്ന കാലമായപ്പോഴേക്ക് ഈജിപ്തിലെ രാജാക്കന്മാർക്ക് പൊതുവെ വിളിച്ചിരുന്ന പേരാണ് ഫറോവമാർ. അതുകൊണ്ട് തന്നെ ബൈബിൾ എഴുതിയ ആളുകൾ ഈജിപ്തിലെ രാജാക്കന്മാരെ കുറിച്ച് എവിടെയൊക്കെ പറയുന്നവോ അവിടെയെല്ലാം ഫറോവമാർ എഴുതി. അപ്പൊ എന്തായി? അബ്രഹാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിന്റെ കാലത്തെ ഫറോവ എന്ന് എഴുതി. അത് സത്യത്തിൽ തെറ്റാ. അബ്രഹാമിന്റെ കാലത്ത് ഫറോവ അല്ല. ഫറോവ ഉണ്ടായത് മോശന്റെ കാലത്തിന് തൊട്ട് മുമ്പാണ്. ബൈബിളിൽ യോസഫിന്റെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ യോസഫിന്റെ കാലത്തെ ഫറോവ എന്ന് എഴുതി. അതും തെറ്റാ. കാരണം യോസഫിന്റെ കാലത്ത് ഫറോവ അല്ല. ഇത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈജിപ്റ്റോളജിയുടെ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് ബൈബിളിനെതിരെ ന്യായവാദം ഉന്നയിക്കുന്നത് ബൈബിൾ വിരുദ്ധരായ ശാസ്ത്രം. എന്നാൽ അവിടെയും അത്ഭുതകരമായി പരിശുദ്ധ ഖുർആൻ നെഞ്ചു നിവർത്തി നിൽക്കുന്നത് നമ്മൾ കാണുന്നു. പരിശുദ്ധ ഖുർആനിൽ ഫറോവമാരെ കുറിച്ചുണ്ട് പരാമർശം. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. പക്ഷെ അവിടെ എവിടെയും രാജാവിനെ കുറിച്ച് ഫറോവ എന്ന് പറഞ്ഞിട്ടില്ല, ഫിർഔൻ എന്ന് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഫിർഔൻ എന്ന്, ഫറോവ എന്ന് ഇബ്രാഹിമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനിൽ ഫറോവ എന്ന്, ഫിർഔൻ എന്ന് ഇബ്രാഹിമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പരാമർശമുണ്ട്. ബൈബിളിൽ 60 തവണയോളം ഈജിപ്തിലെ യോസഫിന്റെ കാലത്തെ രാജാവിനെ ഫറോവ 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 എന്ന് വിളിക്കുമ്പോ പരിശുദ്ധ ഖുർആനിൽ ഈജിപ്തിലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് പറയുമ്പോ എവിടെയും ഫിർഔൻ എന്ന് പറയുന്നില്ല, എവിടെയും. അതേസമയം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ മൂസാ നബിയുടെ തൊട്ടു മുൻപാണ് ഫിർഔൻ എന്ന അഭിസംബോധന ആരംഭിച്ചതെന്ന് പറയുന്നത് ആരാ? യൂണിഫോമുകൾ വായിച്ചിട്ട് ഈജിപ്റ്റോളജിയിലെ പ്രഗത്ഭന്മാരാണ് പറയുന്നത്.
ഇവിടെയാണ് ക്രിസ്ത്യൻ മിഷനറിമാരുടെ വാദം പോലും പൊളിയുന്നത്. പരിശുദ്ധ ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചെഴുതിയതാണ് എന്ന വാദം. ആയിരുന്നെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ പരിശുദ്ധ ഖുർആനിലേക്ക് വരട്ടെ. ഇങ്ങനെ ഓരോ രംഗത്തും അത്ഭുതമാണ്. നമ്മൾ ആ ഖുർആനിലേക്ക് കടന്നു ചെല്ലുമ്പോ ആണ് അത്ഭുതങ്ങളുടെ വലുപ്പം നമുക്ക് മനസ്സിലാവുക. പരിശുദ്ധ ഖുർആനിലെ വിമർശനങ്ങൾ കാണുമ്പോ പലപ്പോഴും ആ വിമർശനങ്ങളുടെ മുന്നിൽ നമ്മൾ പ്രയാസപ്പെട്ടു നിന്ന് പോകാറുണ്ട്. പക്ഷെ ആ വിമർശനങ്ങളെ മൂലത്തിൽ നിന്ന് പരിശോധിച്ചുകൊണ്ട് പഠിക്കുവാൻ നമ്മൾ സന്നദ്ധമാകുമ്പോ ആ വിമർശനങ്ങൾ പോലും പരിശുദ്ധ ഖുർആന്റെ ദിവ്യതക്ക്, പരിശുദ്ധ ഖുർആന്റെ ദൈവികതക്ക് തെളിവാണ് എന്നുള്ള വസ്തുത അത്ഭുതകരമായി, വിസ്മയകരമായി നമുക്ക് ഒരു ഉദാഹരണം ചൊല്ലി.